നമുക്ക് സി മുകുന്ദൻ്റെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം സി മുകുന്ദനെ ഒടുവിൽ കൈവിടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. സി മുകുന്ദനെ ഒഴിവാക്കിയിട്ട് സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണ നൽകുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുള്ള കടുത്ത എതിർപ്പിനെ തുടർന്നാണ് മുകുന്ദനെ ഒഴിവാക്കി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. അതേസമയം സി മുകുന്ദനെതിരെ ഗീതാ ഗോപി മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. CPIയെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടിക MLA സി മുകുന്ദൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. CPIയെ തള്ളിപ്പറഞ്ഞതോടെ ചങ്ങാത്തത്തിന് കോൺഗ്രസും എത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സി മുകുന്ദനുമായി നേരിട്ട് സംഭാഷണം നടത്തിയിരുന്നു. AICCയുടെ ദൂതനായി KPCC സെക്രട്ടറി ജോസ് വള്ളൂരിനെ ചർച്ചയ്ക്കായി നിയോഗിക്കുകയും ചെയ്തു. സ്വതന്ത്രനായി മത്സരിച്ചാൽ പിന്തുണയ്ക്കുമെന്ന കോൺഗ്രസ് ഉറപ്പും നൽകി. ഇതോടെ സി മുകുന്ദൻ CPIക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ചു. എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് മുകുന്ദനെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കുന്നത്. മുകുന്ദൻ മത്സരിച്ചാൽ കാലുവാരുമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പരസ്യ നിലപാടെടുത്തിരുന്നു. ഇതോടെ പ്രതിരോധത്തിലായ KPCC നേതൃത്വമാണ് സി മുകുന്ദനെ ഒഴിവാക്കാൻ നിർബന്ധിതരായത്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താൻ ഡൽഹിയിലെത്തിയെങ്കിലും മുകുന്ദന് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായില്ല. ഇതോടെ നാട്ടികയിൽ മുകുന്ദൻ ഒറ്റപ്പെടുകയാണ്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.